അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു പുട്ടാണ്. ഓട്സ് ക്യാരറ്റ് പുട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഒരു പകുതി ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 250 ml കപ്പിന് ഒരു കപ്പ് ഓട്സ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ആ ക്യാരറ്റിൻ്റെ ഒരു പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം, വെള്ളം വേണം. ഈ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു 2 പുട്ട് ഉണ്ടാക്കാനുള്ള അളവാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഓട്സ് പൊടിച്ച് വെച്ചതിൻ്റെ പകുതി മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഇട്ട് കൊടുത്താൽ മതി. ബാക്കി പകുതി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓട്സ് പുട്ടിനൊന്നും അധികം വെള്ളം വേണ്ട. ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മതിയാവും. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഞാനെടുത്തത് ക്യൂക്കർ ഓട്സിൻ്റെ വൈറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കണ്ട വെള്ളമൊക്കെ ആയിട്ട് കട്ട പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. ഇനി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കി പകുതി ഓട്സിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കറക്റ്റ് പൊടിഞ്ഞ് വെള്ളമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടൊന്നുമില്ല. ക്യാരറ്റ് വെറുതെ ചീകി വെച്ചതാണ്. ക്യാരറ്റിനൊന്നും അധികം വേവില്ല. എന്നിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ക്യാരറ്റിൻ്റെ മേലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്സിൻ്റെ പൊടി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നനച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് ബാക്കി കുറച്ചുകൂടെ ക്യാരറ്റ് ഇടുക. അങ്ങനെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്സ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലെയറാക്കി ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ഓട്സ് നനച്ച് വെച്ച് പൊടിച്ചതിന് ശേഷം ഈ ചീകി വെച്ച ക്യാരറ്റ് ഓട്സിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ഇതിലായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയത്. എങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബാക്കിയുള്ള ക്യാരറ്റ് ഇട്ട് ഓട്സ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ വിസിൽ മാറ്റിയിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം. വെള്ളം ഏകദേശം തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ പുട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇരുന്ന് ആവി വരട്ടെ. ഇപ്പോൾ ഏകദേശം ഇതാ പുട്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് ആ ക്യാരറ്റും ഓട്സൊക്കെ ഒന്ന് കറക്റ്റ് വേവട്ടെ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ അതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.